തന്ത്രിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നിയമനം പോലും ഞാൻ പറയുന്ന പോലെ നടത്തണം എന്നാണ് ഇവർ ആർഗ്യൂ ചെയ്തത്. ഇതിന് ഒരു നിയമസാധ്യതയില്ല, ഇവരുടെ വാദം ഒരു നിലയ്ക്ക് നിലനിൽക്കില്ല. അപ്പോൾ മാത്രമല്ല ഈ ആചാരാനുഷ്ഠാനപരമായ കഴകം പ്രവൃത്തിയെ ഒരു ആചാരാനുഷ്ഠാനപരമായിട്ടാണ് കാണുന്നത്. എന്താചാരം? ചാതുർവർണ്ണ്യം, ജാതി വ്യവസ്ഥ, ഈ കുലധർമ്മം, ഈ ആചാരപ്രകാരം അവിടെ നടക്കുന്ന പറയുന്നത്. ആ ആചാരപ്രകാരം നടത്തണം എന്നുള്ളത് പറയുന്ന തന്ത്രിയുടെ ആവശ്യം എന്ന് പറയുന്നത് കേരള നിയമസഭ പാസ്സാക്കിയ ഈ കൂടൽമാണിക്യം ദേവസ്വം ആക്ടിന് വിരുദ്ധമാണ്. അപ്പോൾ തന്ത്രിയോട് ആലോചിച്ചിട്ട് വേണ്ട അവിടെ ഏതെങ്കിലും ജോലിക്കാരനോ ഒരു സെക്യൂരിറ്റിക്കാരനെ വെക്കുന്നതോ ഒരു കഴകക്കാരനെ വെക്കുന്നതല്ല. അവിടെ മതപരമായ പരിമിതമായ അധികാരങ്ങൾ മാത്രമേ തന്ത്രിക്കുള്ളൂ. തന്ത്രി അധികാര പരിധിക്ക് പുറത്ത് കടന്ന് നിയമനത്തിൽ നേരിട്ട് ഇടപെടുകയും ഈ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരവും ആത്മീയാധികാരവും സർവ്വവും തനിക്കാണ് എന്ന് തന്ത്രി സ്വയം വിചാരിക്കുന്നത്. ഞാൻ പുതിയൊരു കൈമളാണെന്നാണ്, തച്ചുടൈ കൈമളാണ് ഞാനെന്നുള്ള നിലയ്ക്കാണ്. പഴയ തച്ചുടൈ കൈമൾ സ്ഥാനം അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ തച്ചുടൈ കൈമൾ താനാണെന്നുള്ള നിലയ്ക്കാണ് തന്ത്രി പോകുന്നത്. ആ പൗരോഹിത്യ അധികാരം നിയമപരമായി നിലനിൽക്കില്ല.